റിവ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് വിഷു പർച്ചേസിന് വേണ്ടി പോവാണല്ലേ. അതായത് കുറച്ച് കണിക്കുള്ള കാര്യങ്ങളും പടക്കവും പിന്നെ നമ്മുടെ കാലടിയിൽ ഒരു പുസ്തകമേള നടക്കുന്നുണ്ട് DC-യുടെ. അപ്പൊ അവിടെ ഒന്ന് പോണം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന കാര്യപരിപാടികൾ. പിന്നെ എന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊടക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം ഒരു 3 മണി ആവാനായി. ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു, നല്ല ചൂടല്ലേ. പിന്നെ അപ്പൊ അങ്ങനെ ഇത്തവണത്തെ വിഷു ഷോപ്പിംഗുമായിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ ഞങ്ങള് കാലടി ഭാഗത്തുള്ള ആ പാലത്തിന്റെ മുകളിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരാനായിട്ടൊരു കാരണം കൂടി ഉണ്ട് ഞങ്ങൾക്ക്. അതെന്ന് വെച്ചാൽ ഒരു തവണ ഇതിൽ യാത്ര ചെയ്തപ്പോൾ വഴിയുടെ അതായത് റോഡ് സൈഡ് തന്നെ ചെറിയൊരു ഷോപ്പ് കാണാനിടയായി. നമുക്ക് വീട്ടിലേക്ക് വളരെയധികം ആവശ്യമുള്ള ഈ മുള കൊണ്ടും അല്ലെങ്കിൽ പായ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില സാധനങ്ങൾ വിൽക്കുന്നൊരു ഷോപ്പാണ്. താന്നിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ്. അതായത് നമ്മുടെ കാലടിയിലോട്ട്, പെരുമ്പാവൂരിൽ നിന്നും കാലടിയിലോട്ട് പോകുന്ന വഴിക്ക് കാലടി എത്തുന്നതിന് മുമ്പുള്ള പാലമുണ്ടല്ലോ, ആ പാലത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ താന്നിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ആ പാലത്തിന് തൊട്ട് മുമ്പായിട്ട് തന്നെ കുറച്ച് വളരെയധികം ഉപകാരപ്രദമായ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പാണ്. ഇവിടെ നമ്മൾ പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഒരു വീട്ടിൽ സാധാരണ രീതിക്ക് നമുക്ക് ആവശ്യമുള്ളതും എന്നാൽ എല്ലായിടത്തും ലഭ്യമല്ലാത്ത കുറേ കാര്യങ്ങളാണ് ഇവിടെ കണ്ടത്. ഒരുപാട് കാര്യങ്ങൾ കാണാൻ നല്ല കൗതുകമുള്ളതായിരുന്നു. അതായത് നമ്മൾ പഴയ കാലത്ത് ഉള്ള സാധനങ്ങൾ ഇപ്പോൾ കാണുമ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാവുന്നൊരു ആവേശം ഉണ്ടാവുമല്ലോ, അതോടുകൂടിയാണ് ഞാൻ കണ്ടത്. അത് വളരെ ഭംഗിയുള്ള രീതിയിൽ മിനിയേച്ചർ ആയിട്ടുള്ള സാധനങ്ങൾ വരെ എനിക്ക് കാണാൻ പറ്റി. ഈ മുള കൊണ്ടുണ്ടാക്കിയ മുറം, അതുപോലെ തന്നെ നമ്മൾക്ക് നെല്ല് ഒക്കെ നിറക്കാൻ പറ്റുന്ന തരത്തിലുള്ള, എനിക്ക് എല്ലാത്തിൻ്റെ പേര് പോലും അറിയില്ല, പലതരം നല്ല കൗതുകമുള്ള പണ്ട് കാലത്തൊക്കെ ദൈനംദിന ജീവിതത്തിൽ യൂസ് ചെയ്തിരുന്ന പലതുമാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ പൂക്കൊട്ട പലതരത്തിലുണ്ട് കേട്ടോ. നമ്മൾ TV-യിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ മര്യാദയ്ക്ക്. പിന്നെ കോരുകൊട്ടയൊക്കെ ഇത്രയും കുഞ്ഞിത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. 250 രൂപയാണ് ആ കോരുകൊട്ടക്ക്. കാണാൻ നല്ല ഭംഗിയാട്ടോ. അത് പല പല വലിപ്പത്തിലുണ്ട് കേട്ടോ. 250-ന്റെയാണ് ആ തൂങ്ങി കിടക്കുന്നത്. അതുകൂടാതെ 650, 850, 450 അങ്ങനെ പല ഇതാണ്. ഇപ്പൊ ഈ കാണുന്ന പൂക്കൊട്ടയൊക്കെ ഇല്ലേ, ഈ പൂക്കൊട്ട, അതുപോലെ ലാംപ് ഷെയ്ഡ്, അതെല്ലാം 300, 400 റേഞ്ചിലൊക്കെയാണ് കിട്ടുന്നത്. ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറയാനൊന്നുമില്ല. ലാംപ് ഷെയ്ഡ് ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറെ കളക്ഷൻ ഉണ്ട് അവർക്ക്. ഇപ്പൊ ആ കിടക്കുന്ന ആ വെച്ചിരിക്കുന്ന ചൂലില്ലേ, ചൂല് തന്നെ ചിലത് പന ഓലകളുടെ ഉണ്ടാവുന്ന ഇറുക്കിലി, ചിലത് നമ്മുടെ തെങ്ങോലയുടെ ഇറുക്കിലി, അങ്ങനെ പലതരം വെറൈറ്റികളാണ്. അപ്പൊ നമുക്ക് അവരാൾ പറയുന്ന വെള്ളത്തിലിട്ടാൽ പോലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചൂല് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ വേഗം ചീത്തയായി പോകും. അപ്പൊ അത്തരം ചൂലുകൾ വെള്ളം എല്ലാ ദിവസവും നനഞ്ഞാൽ പോലും അത് ചീത്തയാവില്ല എന്നാ പുള്ളി പറയുന്നത്. പിന്നെ കുറെ കിളിക്കൂടുകള്, പിന്നെ ഈ വീടിന്റെ മുമ്പിൽ വെക്കുക എന്നുള്ള ഐറ്റംസ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ കാണിക്കുന്ന നോക്കിയേ, മസാജ് ചെയ്യാനും പറ്റും, പുറമാന്താനും പറ്റുന്ന സാധന 250 രൂപയുള്ളൂ എന്നാ പറയുന്നത്. പിന്നെ ആ തെങ്ങിന്റെ ഉണ്ട്, മുളയുടെ ഉണ്ട്, പപ്പടം കുത്തി. ഇതൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതെ, ഞാനതൊന്നും കണ്ടിട്ടില്ല. ഉണ്ടോ, 100 രൂപയുള്ളൂ അതിന്. പല വലിപ്പത്തിലും ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല രസമായിരുന്നു. നമുക്ക് വാങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗം സ്വാഭാവികമായിട്ടുണ്ടെന്ന് മനസ്സിലാവും. പുള്ളിക്കാരൻ പല വെറൈറ്റീസ് സാധനങ്ങൾ എടുത്ത് കാണിച്ച കയ്യിലുകൾ നല്ല പോളിഷ് ചെയ്ത് വെച്ചിരിക്കുക. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിക്ക് യൂസ് ചെയ്യുന്ന കുറേ മെറ്റീരിയൽസിനേക്കാളും നല്ലതാണ് ഈ മുളയും ഈ ഇങ്ങനെയുള്ള ഐറ്റംസ് അല്ല. വളരെ നല്ലതാണ്, നമുക്ക് ഹെൽത്തിനും നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ലാംപ് ഷെയ്ഡ് എല്ലാം കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പം ആംബിയൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ്സ് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഈ മുള കൊണ്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഇവിടെ ശരിക്കും കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതിന്. അത് ശരിയാ, ഒത്തിരി ഇതുണ്ട്. ഇപ്പോൾ ചൂരൽ കൊണ്ടുള്ളത്, മുളയോല കൊണ്ടുള്ളത്, പനയോല കൊണ്ടുള്ളത്, അങ്ങനെ ഒരുപാടുണ്ട്. നല്ല രസമുണ്ട്. ഇപ്പം ഈ ചൂലുകളാണെങ്കിലും പല ടൈപ്പ് ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു ഭാഗം, അതായത് നിരന്ന പ്രദേശത്താണെങ്കിൽ അല്ലെങ്കിൽ കനം കൂടിയ കനമുള്ള സാധനങ്ങളൊക്കെ തട്ടിക്കളയാനാണെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള ചൂലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ഈ കാണിക്കുന്ന പീഠം കേട്ടോ. നമ്മളിപ്പം വിഷുവിന്റെ സമയത്തൊക്കെ കൃഷ്ണയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പീഠം അല്ലെങ്കിൽ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ദിവസങ്ങളിൽ നമ്മൾ വെക്കില്ലോ പുറത്ത് സന്ധ്യക്കൊക്കെ. അതുകൂടാതെ ഇരിക്കുകയും ചെയ്യാം. ഇതിന് എത്രയായിരുന്നു നമ്മൾ വില? അതിനും ഈ പറഞ്ഞ പോലെ 400 രൂപ, 450 രൂപ, 600 രൂപ, പല, അതായത് ഓരോ തരം മരത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഈ വാക്ക് സ്റ്റിക്ക്, അത് നല്ല വെറൈറ്റി ആട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. ആ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 4 പീസായിട്ട് എടുക്കാതെ ചെറുതാക്കി കൊണ്ടു കിടക്കാം. അതിനൊക്കെ 850 രൂപ, 1000 രൂപ അങ്ങനെ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മടക്കാൻ പറ്റാത്ത സിംഗിൾ സ്റ്റിക്ക് ആയിട്ടുള്ളത് 250 രൂപ മുതലുണ്ട്.
ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റീസ് കാണുന്നത്. ചെറിയൊരു ഷോപ്പാണ്, പക്ഷെ അതിനകത്തുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് ഉപകാരപ്രദമായ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ വൻതേൻ, അതായത് ചില കടകളിൽ പോയിട്ട് നമ്മൾ സ്പെസിഫിക്കലി ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതാണ് അതിനകത്തുള്ള കൗതുകം. ഇപ്പൊ കാണുന്ന ഈ ഡെക്കറേറ്റർ അല്ല ശരിക്കും അല്ലേ? അത് പണ്ടൊക്കെ എന്ന് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്, ഇന്നിപ്പോ ഡെക്കറേറ്റ് ആയി മാറി. പക്ഷെ നല്ല ഭംഗിയാട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഹോം ഡെക്കറേറ്റിലൊക്കെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്, ഫയർ ഏരിയാസിലൊക്കെ അത് അങ്ങനത്തെ ഐറ്റംസ് വെക്കുന്നത്. പിന്നെ പറ കുഞ്ഞിതും വലുതും ഒക്കെ, പിന്നെ ചെറിയ ചെറിയ ബോക്സുകൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാട്ടോ. ഗിഫ്റ്റ് ഐറ്റംസ് ഒരുപാടുണ്ട് അല്ലേ? ഗിഫ്റ്റ് ഐറ്റംസ് ഒരുപാടുണ്ട്. നമുക്കിപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അവർക്കൊക്കെ വലിയ ഇഷ്ടാവും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇത് വളരെ വിലക്കുറവാണ്, അതാണ് വലിയ കാര്യം. ഇദ്ദേഹം തന്നെയാണ് പല ഷോപ്പുകളിൽ ഹോൾസെയിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് മേടിച്ചിട്ടാണ് അവർ ലാഭം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് നല്ല ലാഭം ഉണ്ടാവും. അവിടെ വളരെ സ്പെഷ്യലായിട്ട് എന്നാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടു കേട്ടോ. അതാണ് ഈ കാട്ടുള്ളി തൈലം. ഞാനിതിന് മുമ്പ് ഇതിനെപ്പറ്റി കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്നെ ഇതൊന്ന് മണപ്പിച്ചു. അതായത് ഒരു ചെറിയൊരു ഇത് ഞാനൊന്ന് മണത്തപ്പോഴത്തേക്കും വന്ന് എൻ്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റില്ല. ഏട്ടൻ കണ്ടോണ്ടിരിക്കണ്ടായിരുന്നു വലിയ കാര്യത്തിന്. അപ്പോൾ എൻ്റെ ചെവി കൂടെയോ തലയുടെ ഏതൊക്കെയോ ഭാഗത്തെ കൂടെയോ മൂക്കിലേട്ട് വലിച്ചിട്ട് ആ ഒരു നമ്മുടെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഗ്യാസ്. ഇത് പലതരത്തിലുള്ള ആഞ്ഞിലി പലകകൾ, അതുപോലെ തന്നെ ഇരിക്കാനും വിളക്ക് വെക്കാനും ഒക്കെ ഉപയോഗിക്കാം. ഈ ആവണി പലക എന്നൊക്കെ പറയില്ലേ, അതാണ് പൂജക്കൊക്കെ ഇരിക്കുമ്പോൾ ശാന്തിമാർ ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അല്ലാതെ നമുക്ക് വിളക്കും വെക്കാം, നമുക്കും ഇരിക്കാം. കാരണം ആഞ്ഞിലി പലക ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേകത അതിന് വന്നിട്ടുള്ളത്. അതുകൂടാതെ ഈ മരുന്നുകളൊക്കെ മിക്സ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ചെറിയ ചെറിയ പിഞ്ഞാണം പോലത്തെ വുഡനാണ്, എല്ലാം വുഡനാണ്. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. പല ഷേപ്പിൽ ഇവിടെ അവൈലബിൾ ആട്ടോ. നമുക്കിപ്പോൾ ഒരു ടൈപ്പേ ഉള്ളൂ അങ്ങനെയല്ല. ഇപ്പൊ കണ്ടോ, ഇടിക്കല്ലല്ലേ, ഇടിക്കല്ല് എന്ന് പറയാൻ പറ്റില്ല, കല്ലല്ല, മരത്തിന്റെ. അതെ, ഈ കഷായൊക്കെ വെക്കുമ്പോൾ സാധനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ ഹെർബ്സ് ഒക്കെ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കൂടുതലും. ഒന്നാമത്തെ കാര്യം ഇത് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ടേ അടുക്കളയുടെ ആണെങ്കിൽ ഏത് മൂലയ്ക്ക് വെച്ചാൽ അതിനൊരു ഭംഗി ഉണ്ടാവും. ഉപയോഗമില്ലെങ്കിലും ഭംഗി ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവും. ഉണ്ട്. പിന്നെ പുൽപ്പായകൾ, ഒത്തിരി വെറൈറ്റി പുൽപ്പായകളുണ്ട്. പല വീതിയിലും നീളത്തിലുള്ള പുൽപ്പായകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. തഴപ്പായകളും ഉണ്ട് കേട്ടോ, പുൽപ്പായ മാത്രമല്ല തഴപ്പായ ഉണ്ട്. ഈ തഴപ്പായൊക്കെ ഒരു സമയത്ത് നമുക്ക് ഏത് ജംഗ്ഷനിലും കാണാൻ പറ്റുന്നൊരു സാധനമായിരുന്നു. തഴ ഒക്കെ ആളുകൾ ഇങ്ങനെ പായൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കും. പക്ഷെ ഇപ്പം തഴപ്പായൊന്നും അങ്ങനെ അത്രയും ഇതായിട്ട് കാണുന്നില്ല, പല ഭാഗത്തും ഇല്ല എന്ന് തന്നെ പറയാം. തഴയും ദുർലഭമായി തുടങ്ങി ഇപ്പം. എൻ്റെ കണ്ണ് ശരിക്കും ആ ഒരു പറയിൽ പോയിട്ടോ. എനിക്കത് വാങ്ങണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ, എവിടെ കൊണ്ടേ വെക്കാനാണ്, നമുക്കതിനുള്ള സ്ഥലം ഇവിടെ ഇല്ല. എന്നാലും എനിക്കിഷ്ടമായി. ഇത് കൊള്ളാല്ലേ ലക്ഷ്മി? ഭംഗിയുണ്ട്. അതിന് സൂര്യമുഖം ഗണപതി തന്നെയാ. ഇത് കണ്ണ് തട്ടാതിരിക്കാൻ പല ഡിസൈൻസും. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഈ കാണുന്നത്. തേങ്ങയാണ്. തേങ്ങയിൽ കയറുകൊണ്ട് തന്നെ, അത് മുഴുവനും തെങ്ങിൽ നിന്നുണ്ടാക്കിയ ഒരു ഉപകരണമാണ്. അത് നമുക്ക് എന്തിനാ വെള്ളം വെക്കാനാണ്, എന്തിനാണെന്ന് ഞാൻ ചോദിച്ചില്ല. പക്ഷെ അത് ഒരു ജഗ് പോലത്തെ സാധനമാണ്, തൂക്കി ഇങ്ങനെ ഇടാം. ചിലപ്പോൾ ചെടിയൊക്കെ വെക്കാൻ പറ്റും. അത്രയും ഹോള് ഞാൻ അതിനകത്ത് കണ്ടില്ല. ആണോ? എനിക്ക് തോന്നുന്നു ഇതുപോലെ എന്തെങ്കിലും പാനീയം വെക്കാനോ എന്താന്ന് അറിയില്ല. പക്ഷെ അത് കാണാനൊരു ജഗ്ഗിന്റെ രൂപ കേട്ടോ. ജഗ്ഗിന്റെ രൂപ. അത് കാണാൻ ഭംഗിയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയായിട്ട്. ഇത് രണ്ടും ഒരു സെറ്റാണ്. അത് വിശറിയൊക്കെ എത്രയാ?
ഇതൊക്കെ 100 രൂപ. നമ്മളുണ്ട് ഇതൊക്കെ ഡസനൊക്കെ എടുക്കുമ്പോൾ കുറയും. അതിന്റെ കളറുണ്ട്. ഇത് ശരിയാ ഹാഫ് അല്ലേ? അത് നല്ല കാറ്റിട്ടുണ്ട് കേട്ടാ, കാറ്റിട്ട് നല്ല സുഖമുണ്ട്, കൊള്ളാം. കറണ്ടൊക്കെ പോകുമ്പോ അതിനതാണല്ലേ നല്ലതാണ്. അതിനതാ നല്ലത്. ഇതും കൊള്ളാം, ഇത് നല്ല ലൈറ്റ് വെയിറ്റാ. എന്നെ ഇതിനകത്ത് ഏറ്റവും അട്രാക്ട് ചെയ്യിപ്പിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൂക്കൊട്ടയാട്ടോ. ഞാനിത് കുറേ ഇപ്പോൾ ഈ ഇടയായിട്ട് സേവ് ദ ഡേറ്റിൽ കുറേ പേര് അമ്പലം ടെമ്പിൾ ലെവലിലൊക്കെ ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പം അവിടെ പെൺകുട്ടികൾ ഇങ്ങനെ ഇതും പിടിച്ച് നടക്കുന്ന കാണാറുണ്ട്. അതല്ലാതെ സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മള് ആ താന്നിപ്പുഴയിലുള്ള ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അവിടുത്തെ ആളുടെ പേര് ജയൻ എന്നാണ്. പുള്ളിക്കാരൻ നല്ല നല്ല ഫ്രണ്ട്ലി ആണ്. കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇത് നമുക്ക് പറഞ്ഞു തരും. പിന്നെ ലോകകാര്യങ്ങളും കുറെ സംസാരിച്ചു. നല്ല രസമാണ്, നമുക്ക് ഡീൽ ചെയ്യാനൊക്കെ പറ്റിയൊരു മനുഷ്യനാണ്. അപ്പൊ ഇവിടെ ഒരുപാട് പാർക്കിംഗ് ഒന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം പോകുന്ന വഴിക്കൊന്ന് പാർക്ക് ചെയ്തിട്ട് ഷോപ്പ് ചെയ്യാനൊക്കെ പറ്റും. റീസണബിൾ റേറ്റ് ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ വുഡനായിട്ടുള്ളതും അല്ലെങ്കിൽ ഈ പനയോലകളൊക്കെ ഉള്ളത് നല്ലതല്ലേ, അതായത് എക്കോ ഫ്രണ്ട്ലി ആണ്, പിന്നെ ഹെൽത്തി ആണ്, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സാധനം മേടിച്ചു. ഈ സാധനം ഇത് കാട്ടുള്ളി ഭയങ്കര എഫക്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേർക്ക് നല്ല മൈഗ്രെയിൻ ഉള്ള ആൾക്കാരാണ്. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്മെൽ ചെയ്തപ്പോ തന്നെ ചെവിയും കണ്ണും മൂക്കും ഒക്കെ തുറന്നു. ഒന്നും പറയാനില്ല. ഇത് ഏതിലേക്ക് പോയിട്ടുണ്ടോ അത് നമുക്ക് കൃത്യമായിട്ട് തലയുടെ ഉള്ളിൽ കൂടി പോണ ബ്രെയിൻ മാപ്പ് ചെയ്തെടുക്കാം. അതുപോലെ ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു. സ്മെല് ചെയ്തിട്ട് അങ്ങനെയാ തോന്നിയത്. അതെ, എന്തായാലും ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു ഞങ്ങൾക്ക് മൈഗ്രെയിൻ ഒക്കെ കുറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ഇത് എടുത്ത് പറയാം. ഇതിപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് DC-യുടെ തന്നെ ഒരു പുസ്തകമേള ഉണ്ടായിരുന്നു. കാലടി ആശ്രമം റോഡ് ഭാഗത്തായിരുന്നു. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് വിചാരിക്കണതാണ് വന്നം എന്ന്. കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ, 13-ാം തീയതി വരെ, ഈ കഴിഞ്ഞ വിഷുവിൻ്റെ തലേന്ന് വരെ ഉണ്ടായിരുന്നു ഈ ഒരു പുസ്തകമേള. അപ്പോൾ എന്തായാലും അവിടെ വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടു. പിന്നെ അത്യാവശ്യം ഇങ്ങനെ പുസ്തകമേളയ്ക്ക് വരികയാണെങ്കിൽ ഓഫേഴ്സ് ഉണ്ടാവും കേട്ടോ നമുക്ക്, അത് നമ്മൾ എടുത്ത് പറയണമല്ലോ. അപ്പോൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. ഇങ്ങനെയുള്ള പുസ്തകമേളകൾ വരുമ്പോൾ നമ്മൾ നേരിട്ട് പോയിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും നമുക്ക് എന്തായാലും നല്ലൊരു ലാഭം കിട്ടും. പിന്നെ നല്ല കളക്ഷൻസ് നേരിട്ട് ഇങ്ങനെ കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. എനിക്ക് അത്യാവശ്യം കുറച്ച് പുസ്തകങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവിടെ ഇപ്പം ഫ്രഷ് ബുക്സ് കൂടാതെ ഒരു സൈഡിൽ യൂസ്ഡ് ബുക്സ് ഉണ്ട്. യൂസ്ഡ് ബുക്സ് ആണെങ്കിലും ക്വാളിറ്റി ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ. 50% ഓഫിലാണ് ആ ബുക്സ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ അതും അങ്ങനെ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്കും നല്ലൊരു ഓപ്ഷൻ അവിടെ തന്നെയുണ്ട്. കുറേയൊക്കെ ബുക്സ് ഓൾറെഡി പോയി കഴിഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ പുസ്തകമേളയുടെ ആദ്യ ദിവസങ്ങളിൽ വരണം. അങ്ങനെ ആകുമ്പം ഇത് നമുക്ക് നല്ല കണ്ടന്റിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പോൾ അവിടെ ഞാൻ സംസാരിച്ചപ്പോഴും അവിടെയുള്ള ആളുകൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ദിവസങ്ങളിൽ ഈ 50%-ന്റെ നല്ല പുസ്തകങ്ങളൊക്കെ സെയിലായി പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വാങ്ങാനുണ്ടെങ്കിലും വന്നോളൂ കേട്ടോ. ആദ്യ നാളുകളിൽ വരെ ഞാൻ പോയത് ഏകദേശം എൻ്റോട് കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് അതൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചേച്ചി കുറച്ച് പടക്കങ്ങളൊക്കെ ഇട്ട് നിൽക്കണ കണ്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വളരെ കുറച്ച് പടക്കങ്ങളെ വാങ്ങിച്ചുള്ളൂ. ഒരുപാട് വെറൈറ്റീസ് ഇല്ലാത്തതുകൊണ്ടായിരുന്നോ? ഒരുപാട് ഉണ്ടായില്ല. പിന്നെ കാണാനും പറ്റില്ല. പോണ വഴിക്ക് വാങ്ങാന്ന് വെച്ചപ്പം അവിടെ ഒന്നും നമ്മൾ കണ്ടുമില്ല. പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ ഒരു റുട്ടീനാണല്ലോ, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു വിശപ്പ് വരും. അപ്പം ഞങ്ങൾ അങ്ങനെ കയറി. ഞങ്ങൾ സ്ഥിരം കയറുന്ന ഒരു കടയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കയറി ഞങ്ങൾ എന്ത് കഴിച്ചു? ഷവായ് ചിക്കൻ കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ നമുക്ക് കണി വെക്കാനായിട്ട് ഫ്രൂട്ട്സ് വാങ്ങുക എന്നുള്ളതാണ് അടുത്ത കാര്യം, അജണ്ട. അതും ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു ചേച്ചിയുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലെ വഴിവക്കിൽ നിന്ന് വാങ്ങുന്നവരാണ്. കാരണം അവരാകുമ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. കാരണം വലിയ കോർപ്പറേറ്റ്സ് ഒന്നും അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്നും വാങ്ങാറുള്ള കുറച്ച് ആൾക്കാരാണ് അവരെ. തമിഴരാണ്, പക്ഷെ അവർക്ക് മുഖപരിചയമുള്ളതിൻ്റെ പേരിൽ നല്ല ഡീലിങ്സ് ആണ്. സോ നമുക്ക് വാങ്ങുമ്പോൾ സന്തോഷം തോന്നും. പിന്നെ അത് മാത്രല്ല, അവർ ആ വെയിലും മഴയൊക്കെ കൊണ്ട് എത്ര നേരം അവിടെ നിൽക്കണം. സാധാരണ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടൊന്നുമില്ല, അത് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പോയി ഒന്ന് ശുദ്ധിയായി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണി വെക്കാൻ നിന്നു. കണിയൊക്കെ ഞങ്ങൾ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ അമ്മയാണ് വന്ന് വിളിക്കുക. അങ്ങനെയാണ് നമ്മുടെ ഒരു അല്ലേ റുട്ടീൻ. അപ്പം അമ്മ ഞങ്ങളെ വന്ന് കണി കാണിച്ചു.
കണി കാണിച്ചു. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വിഷു എന്ന് പറയുമ്പോൾ വിഷു കൈനീട്ടം അതിനോട് ചേർത്ത് വായിക്കണമല്ലോ. എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവ വികാസമാണ് വിഷുവിനോടനുബന്ധിച്ചുള്ള വിഷു. പ്രത്യേകിച്ച് എനിക്കും പോപ്പിക്കും. നിങ്ങളാണല്ലോ കളക്ടർ, ടോട്ടൽ കളക്ടർ. എല്ലാവരും ഒന്നും കിട്ടും. അതെ. അപ്പൊ അങ്ങനെ പിന്നെ പറയാൻ മറന്നു, ഇതാണ് പോപ്പിയുടെ ഫസ്റ്റ് വിഷു. അതെ, പോപ്പിയുടെ ഫസ്റ്റ് വിഷുവിന് പോപ്പിക്ക് എല്ലാവരും കൈനീട്ടൊക്കെ കൊടുത്തു. ഇനിയിപ്പോ ലക്ഷ്മിയുടെ കുറേ പൈസ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് കൂട്ടടിക്കാൻ പോണം നമുക്ക്. അതാണ് എന്റെ ലക്ഷ്യം. അതാണ്. എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ പോപ്പിയുടെ ഫസ്റ്റ് വിഷയമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾക്ക് എല്ലാവരും പൈസ കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് എല്ലാവരും അവൾക്കും കൊടുത്തു. അതെ. അങ്ങനെ വിഷുക്കണിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നത്തെ വിഷു സദ്യ റെഡി ആവണത് അടുക്കളയിൽ. അപ്പോൾ ഇത്തവണത്തെ വിഷുവിന് പ്രത്യേകം ഞങ്ങൾ എല്ലാം തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി ഉള്ള ഐറ്റംസ് എല്ലാം തന്നെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനിൽ നല്ല രീതിയിൽ തന്നെ അങ്ങ് ചെയ്തു. ഞങ്ങൾ ഒരുപാട് കറി വെക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു സാധാരണ രീതിക്ക് ഉണ്ടാകുന്ന കാര്യമാണ് ഈ കറികൾ നമ്മൾ അടുത്ത ദിവസം ഉപയോഗിക്കും. അപ്പം നമ്പർ ഓഫ് ഐറ്റംസ് കൂടിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ വേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട 4 കൂട്ടം അല്ലെ 4 കറികളെ ഉണ്ടായിരുന്നുള്ളൂ. അതെ. അതായത് സാമ്പാർ ഉണ്ടായിരുന്നു, കൂട്ടുകറി ഉണ്ടായിരുന്നു, വറുത്തരച്ച സാമ്പാർ. അത് എന്റെ പ്രിപ്പറേഷൻ ആട്ടോ. എന്റെയും അച്ഛനും കൂടിയാണ്, ഞങ്ങൾ 2 കൂടിയാണ് അതിന്റെ പാർട്ടിസിപ്പേഷൻ. പിന്നെ കൂട്ടുകറി ഉണ്ടാക്കി, പിന്നെ അവിയലുണ്ടാക്കി, പിന്നെ അമ്മയുടെ സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരിക്ക് നമ്മള് ഇവിടെ തന്നെയാണ് മാങ്ങ നമ്മുടെ പായസം ഉണ്ടാക്കി. പായസം ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു അച്ഛൻ. അതുകൂടാതെ പൈനാപ്പിൾ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഏട്ടനാണ് അത് മുഴുവൻ ചെയ്തത്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഒരു കുഞ്ഞി സദ്യ. പക്ഷെ ഇതിനകത്തൊരു വലിയ പാട്ടാണ്. അതിൽ ആ സദ്യയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോപ്പിയുടെ ഫസ്റ്റ് സദ്യ, അതും വാഴയിലയിൽ. ഞങ്ങൾ എല്ലാവരും വിചാരിച്ച അവൾ ആ വാഴയിലടക്കം കടിച്ച് തിന്നും, അല്ലെങ്കിൽ അവൾ കഴിക്കുമ്പം ആ ഇല കീറിപ്പോകും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ടു അവർ സർപ്രൈസ് അവൾ വളരെ നീറ്റായിട്ട് നല്ല മിടുക്കിയായിട്ട് ഇട്ട സാധനങ്ങൾ മുഴുവനും ഒരു വറ്റില്ലാതെ അവള് കഴിച്ചു എന്ന് മാത്രമല്ല ഇലയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പായസം വരെ അവള് കുടിച്ചു. അതായത് അവള് വാഴയില കണ്ടിട്ടില്ല, വാഴയിലയിൽ കഴിച്ചു കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഒരു ആഘോഷം അവള് വന്നതിന് മുമ്പ് ദീപാവലി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ വാഴയിലയിൽ നമ്മള് കഴിക്കണമെന്നും അവള് കണ്ടിട്ടില്ല. പക്ഷെ അവള് കഴിക്കല് കണ്ടു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് അവൾ അതിലാണ് കഴിക്കണേന്നുള്ള രീതിക്കായിരുന്നു. എല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് തൂത്ത് തുടച്ചു വെക്കുന്ന പാത്രം. എന്നിട്ട് ഒരല്പം പോലും കീറിയില്ല എന്നുള്ളതാണ്. അവൾ ആ ഇലയമ്മ പിടിച്ചു. കാരണം ഇല ഇളകുന്നുണ്ടായിരുന്നു. നമ്മൾ അടിയിൽ ഒരു ന്യൂസ് പേപ്പറും വെച്ചായിരുന്നേ. അപ്പൊ ഇല ഇളകുന്നുണ്ടായിരുന്നു. അപ്പൊ അവൾ ആ ഇലയമ്മ ഒന്ന് സൈഡിലൊന്ന് പിടിച്ച് നല്ല അന്തസ്സായിട്ട് കഴിച്ചു. അത് വളരെ സന്തോഷമായി. പായസം കുടിച്ചു കഴിഞ്ഞപ്പോ ചെറുതായിട്ട് ആളൊന്ന് കിറുകി. പിന്നെ അവിടെ പോയി കിടന്ന് നല്ല ഉറക്കം ഉറങ്ങി. അതെ, കാരണം അവൾക്ക് പാല് കൊടുക്കാറില്ല നമ്മള്. അപ്പൊ ഈ പാലടയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് സാധാരണ ഉണ്ടാവൂലോ സദ്യക്ക് ഈ പായസം കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഒരു മത്ത് പിടിക്കും. അത് ഇവക്കും പിടിച്ചു. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ പായസമൊക്കെ കൂട്ടി പപ്പടം പഴം പായസമൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ഉച്ച വരെയുള്ള വിഷു അവിടെ കഴിഞ്ഞു. ദെൻ അടുത്ത ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്കേഴ്സ്. അതെ, അതും പടക്കം പൊട്ടിച്ചു. പടക്കം പൊട്ടിച്ചപ്പോ പോപ്പി ചെറുതായിട്ട് ഞെട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതായിരുന്നു ആകെയുള്ളൊരു വിഷമം. അതുകൊണ്ട് പടക്കം ഞങ്ങൾ അധികം പൊട്ടിക്കാതെ കുറച്ചങ്ങ് നിർത്തി. കാരണം അവൾക്ക് ഭയങ്കര പേടി വന്നു പടക്കത്തില്. തലേ ദിവസം ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇത്തിരി വിഷമമായി. എന്നാലും നമുക്കത് ചെയ്യണമല്ലോ, പടക്കം പൊട്ടിക്കണമല്ലോ. എന്നാലും കുറച്ച് അല്ലേ, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങൾ ആശ്വസിച്ചു. ഇപ്രാവശ്യം നമ്മൾ അധികം ഒന്നും വാങ്ങിയിട്ടില്ല, അപ്പോ കുഴപ്പമില്ലല്ലോ എന്ന്. അതെ. അപ്പൊ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ വിഷു. കുഞ്ഞു വിഷു ആയിരുന്നു. നിങ്ങൾക്കും ഇതിന്റെ സന്തോഷം കിട്ടിയെന്ന് കരുതുന്നു. അതോടൊപ്പം ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതും സംഭവിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു വിഷു ഉണ്ടായതായിട്ട് ഞങ്ങളും കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ. താങ്ക് യു.